അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒരു യാചകൻ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ മെയ്റ്റ് ആ വീട്ടിനെ എന്താക്കുന്നു, സ്വന്തം വീട് പോലെ കൈകാര്യം ചെയ്യുന്ന ഡ്രസ്സൊക്കെ ആട്ടിയിടുന്നു. അങ്ങനെ വീട്ടിൽ നിന്നും അമ്മ എന്ത് പറയുന്നു, രവി യാചകനെ ഒന്ന് ആട്ടി ഓടിക്കും. അങ്ങനെ എന്ത് ചെയ്തു, ഇത് രവി പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഞാൻ പോയിക്കൊള്ളാം എന്ന് ആ കിടന്നിരിക്കുന്ന നീമരത്തിൽ ചാർന്ന് കിടന്നിരിക്കുന്ന ആ യാചകൻ എഴുന്നേറ്റ് ഇരുന്നു. എന്നിട്ട് നെടുവേർപ്പെട്ടു. അതിനുശേഷം നമുക്ക് നോക്കാം. ഐ വിൽ ഗോ, ഞാൻ പോകും. മനസ്സിലായോ? സിമ്പിൾ ഫ്യൂച്ചർ. ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വിൽ ഗോ, ഐ വിൽ, ഞാൻ പോകും. തീർച്ചയായും ഞാൻ പോയിക്കൊള്ളാം. He said wearily. മനസ്സിലായോ? wearily എന്ന് പറഞ്ഞാല് ക്ഷീണിച്ചുകൊണ്ട്, തളർന്ന അവസ്ഥയിൽ അവൻ പറഞ്ഞു. മനസ്സിലായോ? തളർന്ന അവസ്ഥയിൽ അവൻ പറഞ്ഞു എന്ത്, ഞാൻ പോയിക്കോളാം. മനസ്സിലായോ? തളർന്ന അവസ്ഥയിൽ യാചകൻ പറഞ്ഞു എന്ത്, ഐ വിൽ ഗോ, ഐ വിൽ ഗോ, ഞാൻ പോയിക്കൊള്ളാം എന്ന് യാചകൻ പറഞ്ഞു. എന്ത്, only let me have a rest here under this tree. Only let me have a rest. എന്നെ ഒന്ന് അനുവദിക്കൂ. മനസ്സിലായോ? Only let me, എന്നെ ഒന്ന് അനുവദിക്കൂ. എന്തിനിക്ക്? have a rest here under this tree. ഈ മരത്തിന് ചുവടിൽ ഒന്ന് റെസ്റ്റ്, വിശ്രമിക്കാൻ. മനസ്സിലായോ? have a rest, വിശ്രമിക്കുക. മനസ്സിലായോ? അതിന് മാത്രം എന്നെ ഒന്ന് അനുവദിക്കൂ. let me, only let me, എന്നെ ഒന്ന് അനുവദിക്കൂ. എന്തിനിക്ക്? have a rest here under this tree. ഈ മരത്തിന് ചുവട്ടിൽ ഒന്ന് വിശ്രമിക്കാൻ. മനസ്സിലായോ? have a rest എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക, വിശ്രമം എടുക്കാൻ, വിശ്രമിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കൂ. എവിടെ? here in this tree. ഈ മരത്തിന് ചുവട്ടിൽ എന്നെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കൂ. the sun is so hot. സൂര്യൻ വളരെ ചൂടായ അവസ്ഥയിലാകുന്നു. the sun is so hot. സൂര്യൻ വളരെ തീക്ഷ്ണമായ അവസ്ഥയിലായിരിക്കുന്നു, കത്തിജ്വലിക്കുന്നു. the tar has melted on the road. the tar എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ tar has melted, അതെന്തായിട്ടുണ്ട്, അത് ഒലിച്ചിട്ടുണ്ട്. മനസ്സിലായോ? the tar has melted, അതെന്തായിട്ടുണ്ട്, വെന്ത് ഉരുകിയിട്ടുണ്ട്, വെന്തുരുകി ഒലിക്കുന്നുണ്ട്. മനസ്സിലായോ? ചൂടായാൽ എന്താകും, അത് വെന്ത് പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ the sun is so hot. സൂര്യൻ വളരെ ഹോട്ട് ആകുന്നു. the tar is, tar എന്ന് പറഞ്ഞാൽ അറിയാലോ, tar എന്ന് പറഞ്ഞാൽ റോഡിൽ ഉപയോഗിക്കുന്ന ആ വസ്തു. മനസ്സിലായോ? അതിനെന്താ പറയുക? ടാർ എന്ന് പറയും. ആ ടാർ ഹാസ് മെൽറ്റഡ്, അതെന്തായിട്ടുണ്ട്, വെന്ത് ഉരുകിയിട്ടുണ്ട്. ടാർ ഹാസ് മെൽറ്റഡ്, ടാറ് മെൽറ്റഡ്, അത് വെന്തുരുകിയിട്ടുണ്ട്. അല്ല, ചൂടായ അവസ്ഥയിലാണ്. എവിടെയുള്ള താറ്? ഓൺ ദി റോഡ്, റോഡിലുള്ള താർ എന്തായിട്ടുണ്ട്, മെൽറ്റഡ്, അത് വെന്തുരുകിയിട്ടുണ്ട്, ഒലിക്കുന്നുണ്ട്. മൈ ഫീറ്റ് ആർ, എന്റെ കാൽപാദങ്ങൾ. മനസ്സിലായോ? ഫീറ്റ് എന്ന് പറഞ്ഞാല് ഫുഡ് എന്നതിന്റെ ജമ്മാണ് എന്ത്, ഫീറ്റ് എന്നതിന്റെ ജമ്മാണ് എന്ത്, ഫീറ്റ്, കാലുകൾ. മൈ ഫീറ്റ് ആർ, എന്റെ കാലുകളാകുന്നു എന്ത്, ആൾറെഡി ബ്ലിസ്റ്റേർഡ്, അതെന്തായിട്ടുണ്ട്, പൊള്ളിയിട്ടുണ്ട്. ബ്ലിസ്റ്റർ, ബ്ലിസ്റ്റർ എന്ന് പറഞ്ഞാല് പൊള്ളുക. നമ്മളെ പൊക്കിള് കിട്ടൂലേ, ഇവിടെ തീയെല്ലാം പൊള്ളിയാലും പൊക്കിള് കിട്ടൂലേ, ഒരു ഇങ്ങനെ ഒരു കുരു പൊന്തിയിരുന്ന, അതിനെന്താ പറയുക, ബ്ലിസ്റ്റർ, പൊക്കിള് കിട്ടുക. മനസ്സിലായോ? അതെന്തായിട്ടുണ്ട്, പൊള്ളിയിട്ടുണ്ട്. മൈ ഫീറ്റ് ആർ ആൾറെഡി ബ്ലിസ്റ്റേർഡ്, അതെന്തായിട്ടുണ്ട്, പൊള്ളിയിട്ടുണ്ട്, പൊക്കിള് കിട്ടിയിട്ടുണ്ട്. ഹി സ്ട്രെച്ച്ഡ് ഔട്ട്, സ്ട്രെച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ നീട്ടുക, സ്ട്രെച്ച് ഔട്ട്, സ്ട്രെച്ച് ഔട്ട്, അവൻ എന്ത് ചെയ്തു, നീട്ടിയിട്ടുണ്ട്. എന്ത്? സ്ട്രെച്ച് ഔട്ട്, അവൻ നീട്ടിയിട്ടുണ്ട്. എന്ത്? ഹിസ് ഫീറ്റ്, അവന്റെ കാലുകൾ നീട്ടി. എന്തിനിക്ക്? ടു ഷോ, കാണിച്ചു കൊടുക്കാൻ വേണ്ടി. എന്തിനാണ് അവന്റെ കാലുകൾ നീട്ടി കൊടുത്തിട്ടത്? ടു ഷോ, കാണിച്ചു കൊടുക്കാൻ. എന്ത്? ലാർജ്, വലിയ, വലിയ കാണിച്ചു, വലിയ. എന്ത്? പിങ്ക്, പിങ്ക് എന്ന് പറഞ്ഞാൽ ഇളം ചുവപ്പ്, പിങ്ക് കളറായിട്ടുള്ള വലിയ ഇളം ചുവപ്പ് നിറത്തിലുള്ള പീലിംഗ്. പീലിംഗ് എന്ന് പറഞ്ഞാല് ആ തോല് അടർത്തി മാറ്റിയ ഉണ്ടാവില്ലേ,
നമ്മുടെ പൊക്കിള് കെട്ടിയ ആ തോല് ആ അടർത്തി മറ്റേ കാണില്ല ആ കുഴി, അതിനെ എന്താ പറയാ പീൽ. തോല് നീക്കിയ, തോല് അടർത്തി നീക്കിയ ഏത് ബ്ലിസ്റ്റർ പൊക്കിള, മനസ്സിലായോ? ആ കുരു അതിന്റെ ഇതായിട്ടുണ്ട്, തോല് പോയിട്ടുണ്ട്. എങ്ങനെയാ പോയത്? ഈ ചൂടിലായിക്കൊണ്ട് അതിന്റെ മേലെയുള്ള തോൽഭാഗം എന്തായിട്ടുണ്ട്? പോയിട്ടുണ്ട്. അങ്ങനെ പൊക്കിള് കെട്ടിയ ഭാഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി, ടു ഷോ എ ലാർജ് പിങ്ക് പീലിംഗ്. പീലിംഗ് എന്ന് പറഞ്ഞാല് ആ തോല് നീങ്ങിയ, മനസ്സിലായോ? തോല് നീങ്ങിയ പീൽ, തോല് നീങ്ങിയ എന്ത് ബ്ലിസ്റ്റർ ആ പൊക്കിള. അപ്പൊ പൊക്കിളന്റെ തോൽ എന്തായിട്ടുണ്ട്? അത് അടർന്ന് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ പിങ്ക് നിറത്തിലുള്ള ആ പൊക്കിള കാണിച്ചു കൊടുക്കാൻ വേണ്ടി എവിടെയുള്ള? ഓൺ ദി സോൾസ് ഓഫ് ഹിസ് ബാക്ക് ഫീറ്റ്. ഓൺ ദി സോൾസ് എന്ത്? കാലിന്റെ ഉള്ളടി. കാലിന്റെ ഉള്ളടി പറയുന്ന പേരാണ് സോൾ. സോൾസ് ഓഫ് ബെയർ ഫുട്ട്. ബെയർ എന്ന് പറഞ്ഞാൽ നഗ്നമായ, അഥവാ ചെരുപ്പില്ലാത്ത നഗ്നമായ വെറും കാൽ, മനസ്സിലായോ? നഗ്നമായ, ബെയർ എന്ന് പറഞ്ഞാൽ നഗ്നമായ, ചെരുപ്പൊന്നും ഉപയോഗിക്കാത്ത, അഥവാ ഡ്രസ്സൊന്നും ഇടാത്ത, അതിനൊക്കെ എന്താ പറയും? ബെയർ എന്ന് പറയും, മനസ്സിലായോ? നഗ്നമായ ഫീറ്റ്, കാൽപാദങ്ങൾ. ആ നഗ്നമായ ചെരുപ്പ് ഉപയോഗിക്കാത്ത കാൽപാദത്തിന്റെ ഉൾഭാഗത്തുള്ള, കാലിന്റെ അടിഭാഗത്തുള്ള പൊക്കിള, മനസ്സിലായോ? ആ പൊക്കിള കാണിച്ചു കൊടുക്കാൻ വേണ്ടി എങ്ങനത്തെ അതിന്റെ തോൽഭാഗങ്ങളൊക്കെ എന്തായിട്ടുണ്ട്? അത് അടർന്നു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള പൊക്കിള കാണിച്ചു കൊടുക്കാൻ വേണ്ടി stretched out his feet, അവന്റെ കാലുകൾ എന്ത് ചെയ്തു? അവന് നീട്ടിക്കൊടുത്തു. ഐ സപ്പോസ്, ഞാൻ ചിന്തിക്കുന്നു. എന്താ ചിന്തിക്കുന്നത്? he does not have the money to buy chappals. he does not have, അവനിക്ക് ഇല്ല. ഐ സപ്പോസ്, ഞാൻ എന്താകുന്നു? ഊഹിക്കുന്നു. ഐ സപ്പോസ്, ഞാൻ ഊഹിക്കുന്നു. എന്ത്? he does not have the money, അവനിക്ക് പൈസ ഇല്ല. എന്തിനിക്ക്? to buy chappals, ചെരുപ്പ് വാങ്ങാനുള്ള പൈസ അവന്റെ കയ്യിൽ ഇല്ല എന്ന് ഐ സപ്പോസ്, ഞാൻ എന്ത് ചെയ്യുന്നു? ഊഹിച്ചെടുക്കുന്നു. മൃദു വിസ്പേർഡ്, മൃദു എന്ത് ചെയ്തു? മന്ത്രിച്ചു, മനസ്സിലായോ? മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പതുക്കെ പറഞ്ഞു. ആരോട്? ടു മീന രവി. രവിയോടും മീനയോടും മൃദു പതുക്കെ പറഞ്ഞു. ഐ സപ്പോസ് എന്ത്? ഞാൻ ചിന്തിക്കുന്നു, ഊഹിക്കുന്നു. എന്ത്? എന്താ ചിന്തിക്കുന്നത്? he does not have money to buy chappals. ചെരുപ്പ് വാങ്ങാനുള്ള പൈസ അദ്ദേഹത്തിന്റെ കയ്യിലില്ല എന്ന് ഞാൻ ഊഹിച്ചെടുക്കുന്നു എന്ന് ആര് പറഞ്ഞു? മൃദു മീനയോടും രവിയോടും പറഞ്ഞു. എത്രേ? പതുക്കെ പറഞ്ഞു. Have you got an old pair in this house somewhere? Have you got, ലഭിക്കുമോ, മനസ്സിലായോ? Have you got, ലഭിക്കുമോ എന്ത്? an old pair, പഴകിയ ജോഡി, പഴയ ജോഡി, എന്ത് പഴയ ചെരുപ്പിന്റെ ജോഡി കിട്ടുമോ? ഇൻ ദി ഹൗസ്, ഈ വീട്ടിൽ, ഈ വീട്ടിൽ എവിടെയെങ്കിലും, സംവെയർ, എവിടെയെങ്കിലും, മനസ്സിലായോ? അപ്പൊ ഹാവ് യു ഗോട്ട്, ലഭിക്കുമോ, കിട്ടുമോ എന്ത്? ഓൾഡ് പെയർ, പഴയ ജോഡി, പുതിയ ചെരുപ്പ് കാണുന്നില്ല, പഴയ ചെരുപ്പ് ലഭിക്കുമോ? ഇൻ ദി ഹൗസ്, വീട്ടിൽ, സംവെയർ, എവിടെയെങ്കിലും, വീട്ടിൽ എവിടെയെങ്കിലും പഴയ ജോഡി ചെരുപ്പ് ലഭിക്കുമോ, കിട്ടുമോ? ഐ ഡോണ്ട് നോ, എനിക്ക് അറിയില്ല. സെഡ് രവി, രവി പറഞ്ഞു. ഐ ഡോണ്ട് നോ, എനിക്ക് അറിയില്ല. ചെരുപ്പ് വീട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പഴയ ചെരുപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞു? ഐ ഡോണ്ട് നോ. ആര് പറഞ്ഞു? രവി പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോ മൈൻ ആർ ടു സ്മോൾ ടു ഫിറ്റ് ഹിസ് ഫീറ്റ്. മൈൻ ആർ, എന്റേതാകുന്നു. മൈൻ, എന്റെ, മനസ്സിലായോ? മൈൻ, എന്റെ. ആർ, എന്റെ ചെരുപ്പുകളാകുന്നു. എന്ത്? ടു സ്മോൾ, വളരെ ചെറുതാകുന്നു. ആർക്ക്? എന്തിനിക്ക്? ടു ഫിറ്റ്, യോജിക്കാൻ, മനസ്സിലായോ? ഫിറ്റ് ആവാൻ വേണ്ടി, യോജിക്കാൻ. ആരുടെ കാലിന്? ഹിസ് ഫീറ്റ്, അവന്റെ കാലിന് യോജിക്കാൻ എന്റെ ചെരുപ്പ് എന്താകുന്നു? വളരെ ചെറുതാകുന്നു. എന്ന് പറഞ്ഞാൽ എന്ത്? അദ്ദേഹത്തിന്റെ കാല് വളരെ വലുതും എന്റേത് എന്താകുന്നു? മൈൻസ് ആർ ടു സ്മോൾ, എന്റെ ചെരുപ്പുകൾ എന്താകുന്നു? വളരെ ചെറുതാകുന്നു. അതെന്താവുകയില്ല, അദ്ദേഹത്തിന്റെ കാലിന് ഫിറ്റ് ആവുകയില്ല, യോജിക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ അല്ലെങ്കിൽ ഐ ഹാഡ് ഹാവ് ഗിവൺ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഐ ഹാഡ് ഹാവ് ഗിവൺ, എന്റെ ചെരുപ്പുകൾ എന്താകുന്നു? ടു സ്മോൾ, അത് വളരെ ചെറുതാകുന്നു. എന്തിനിക്ക്? ടു ഫിറ്റ് ഹിസ് ഫീറ്റ്, അവന്റെ കാലിന് യോജിക്കാൻ. അതെന്താണ്? എന്റെ ചെരുപ്പ് വളരെ ചെറുതാണ്, അതെന്താവുകയില്ല, യോജിക്കുകയില്ല. അല്ലെങ്കിൽ ഐ ഹാഡ് ഹാവ് ഗിവൺ, മനസ്സിലായോ? ഞാൻ എന്തായിട്ടുണ്ടാവും? നൽകിയിട്ടുണ്ടാകും. ഐ ഹാഡ് ഹാവ് ഗിവൺ, എന്ത്?
റെസ്പോൺസിബിലിറ്റി, എന്റെ ഇതെന്തായി ചെറുതാണ്, അതുകൊണ്ട് അല്ലെങ്കിൽ എന്താകും ഞാൻ നൽകിയിട്ടുണ്ടാകും. ചെറുതായതുകൊണ്ട് എന്താവുന്നില്ല, നൽകുന്നില്ല. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടല്ലോ. ഐ ഹാഡ് ഹാവ് ഗിവൺ, ഞാൻ എന്തായിട്ടുണ്ടാകും, നൽകിയിട്ടുണ്ടാകും. നൽകിയോ? ഇല്ല. കാരണം എന്താ, ചെരുപ്പ് ചെറുതാണ്, അതുകൊണ്ട് നൽകിയിട്ടില്ല. ഈ ചെരുപ്പ് അദ്ദേഹത്തിന്റെ കാലിൽ ഫിറ്റ് ആവുകയാണെങ്കിൽ ഐ ഹാഡ് ഗിവൺ, ഐ ഹാഡ് ഹാവ് ഗിവൺ, ഞാൻ എന്തായിട്ടുണ്ടാകും, നൽകിയിട്ടുണ്ടാകും. എന്റെ ചെരുപ്പ് അദ്ദേഹത്തിലേക്ക് നൽകിയിട്ടുണ്ടാകും. ഫിറ്റ് അല്ല, അതുകൊണ്ട് ഞാൻ നൽകുന്നില്ല എന്നർത്ഥം. മനസ്സിലായോ? ഐ ഹാഡ് ഹാവ് ഗിവൺ, ഞാൻ നൽകിയിട്ടുണ്ടാകും. ആ ചെരുപ്പിനെ നൽകിയിട്ടുണ്ടാകും. ടു ഹിം, അവനിക്ക്. ഓക്കെ. ആൻഡ് ഹിസ് ഫീറ്റ് വെയർ, അദ്ദേഹത്തിന്റെ കാലുകൾ വേർ ആയിരുന്നു, ലാർജർ ദാൻ, അത് വലുതാകുന്നു. ലാർജർ ദാൻ, അത് വലുതാകുന്നു. ആരെക്കാളും? ലാർജർ ദാൻ, അത് വലുതാകുന്നു. ആരെക്കാളും? മൃദൂസ് ആൻഡ് മീന, മൃദുവിനേക്കാളും മീനയെക്കാളും അദ്ദേഹത്തിന്റെ കാല് വലുതുമാകുന്നു. എന്റെ ചെറുതാണ്, ആരെ? എന്റെ ചെരുപ്പ് എന്താകുന്നു, അദ്ദേഹത്തിനേക്ക് എന്താകുന്നു? എന്റെ ചെരുപ്പ് അത് വളരെ ചെറുതാകുന്നു, അത് അവനിക്ക് പറ്റുകയില്ല. ആർക്ക്? യാചകനിക്ക് പറ്റുകയില്ല. അതേപോലെ തന്നെ ആരുടെ കാലും എന്താകുന്നു? അദ്ദേഹത്തിന്റെ കാല് വലുതാകുന്നു. ആരെക്കാളും? മീനേക്കാളും മൃദുവേക്കാളും അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ എന്താകുന്നു? വലുതാകുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മളെല്ലാരും കാലിന്റെ ചെരുപ്പ് എന്താണ്? ചെരുപ്പ് ചെറുതാണ്, അദ്ദേഹത്തിന്റെ കാല് വലുതാണ് എന്നർത്ഥം. The beggar, ആ യാചകൻ ആയിരുന്നു, shaking out his, അദ്ദേഹം എന്താകുന്നു? ഷെയ്ക്ക് ഔട്ട്, അത് കുടയുന്നു. മനസ്സിലായോ? ഷെയ്ക്ക് ഔട്ട്, അദ്ദേഹം എന്താകുന്നു? കുടയുന്നു. എന്ത്? ഹിസ് അപ്പർ ക്ലോത്ത്, അദ്ദേഹത്തിന്റെ അവിടെ അണിമരത്തിന്റെ ശിഖിരങ്ങളിലിട്ട അപ്പർ ക്ലോത്ത് ഉണ്ടല്ലോ, അത് എടുത്ത് കുടയുന്നു. എന്നിട്ട് ടൈറ്റനിങ് ഹിസ് ധോത്തി, അദ്ദേഹത്തിന്റെ ആ തുണി എന്താകുന്നു? അദ്ദേഹം ഒന്ന് ഉറപ്പിക്കുന്നു. ടൈറ്റനിങ്, ഒന്ന് ടൈറ്റ് ആക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ടൈറ്റനിങ് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഉറപ്പിക്കുന്നു. ഹിസ് ധോത്തി, അദ്ദേഹത്തിന്റെ ആ മുണ്ട് ഉടുപ്പ് എന്താകുന്നു? ആ തുണി ഒന്ന് ഉറപ്പിക്കുന്നു. He raised his eyes, he raised, അവൻ എന്ത് ചെയ്തു? ഉയർത്തി. He raised, അവൻ ഉയർത്തി. His eyes, അവന്റെ കണ്ണുകൾ ഉയർത്തി. And looked fearfully at the road, കണ്ണുകൾ എന്ത് ചെയ്തു? ഒന്ന് ഉയർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? He looked, അവൻ നോക്കി. എങ്ങനെ? Fearfully, പേടിയോടെ. മനസ്സിലായോ? Fearfully, പേടിയോടെ നോക്കി. എവിടെ? At the road, റോഡിലേക്ക് എന്ത് ചെയ്തു? പേടിയോടെ, പേടിച്ചുകൊണ്ട് റോഡിലേക്ക് നോക്കി. ഈ ലുക്ക്ഡ് ഫിയർഫുള്ളി അറ്റ് ദി റോഡ്, റോഡിലേക്ക് പേടിച്ചവനായിക്കൊണ്ട് എന്ത് ചെയ്തു? നോക്കി. കാരണം എന്ത്? അദ്ദേഹത്തിന്റെ കാലുകളൊക്കെ വല്ലാതെ മുറിഞ്ഞ് പൂക്കള് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? പേടി കാരണം, ഈ ചൂട് പേടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? റോഡിലേക്ക് ഒന്ന് നോക്കേണ്ടി വന്നു. നോക്കി. ഗ്ലീമിങ്, ആ റോഡ് എന്താകുന്നു? സ്ഫുരിക്കുന്നു, തിളങ്ങുന്നു. ഗ്ലീം, അതെന്ത് ചെയ്യുന്നു? സ്ഫുരിക്കുന്നു, തിളങ്ങുന്നു. മനസ്സിലായോ? അത് തിളങ്ങുന്നു. ഇൻ ദി ആഫ്റ്റർനൂൺ ഹീറ്റ്, ഉച്ചയ്ക്ക് ശേഷമുള്ള ചൂടിൽ. മനസ്സിലായോ? ഗ്ലീമിങ്, ആ റോഡ് എന്താകുന്നു? സ്ഫുരിക്കുന്നു, തിളങ്ങുന്നു, പഴുത്ത് തിളങ്ങുന്നു, ജ്വലിക്കുന്നു. എന്തിൽ? ഇൻ ദി ആഫ്റ്റർനൂൺ ഹീറ്റ്, ഉച്ചയ്ക്ക് ശേഷമുള്ള ചൂടിൽ അതെന്താകുന്നു? വെന്ത് ഉരുകി നിൽക്കുന്നു. അങ്ങനെ പേടിച്ചവനായിക്കൊണ്ട് റോഡിലേക്ക് അവൻ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ എടുക്കുന്ന ഭാഗങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.